നമ്മളുടെ ജീവിതം വളരെ ചെറുതാണ്. സോ യു ഷുഡ് ഹാവ് ടൈം ഇൻ യുവർ ലൈഫ് ദാറ്റ് മേക്ക് യുവർ ഫേസ് റിഡിക്കുലസ്ലി ഹാപ്പി. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് ദിസ് ഇസ് ട്രേഡിംഗ് സീക്രറ്റ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് ഡിസിപ്ലിൻ ആൻഡ് ഹൗ ഡിസിപ്ലിൻ അഫക്ട്സ് ട്രേഡിംഗ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വാട്ട് ഈസ് ഡിസിപ്ലിൻ ആൻഡ് ഹൗ ടു ബിക്കം എ ബെറ്റർ വെർഷൻ ഓഫ് യു. സോ നമ്മൾ ഡിസിപ്ലിൻ എന്താണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് എക്സാക്ട്ലി ഡിസിപ്ലിൻ? സി, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ഹെൽപ്പിംഗ് യുവർ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് ദർ ഇസ് എ പ്ലേസ് ഫോർ എവറിത്തിങ്, എല്ലാ കാര്യത്തിനും ഒരു പ്ലേസ് ഉണ്ട്. അല്ലെങ്കിൽ ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്, എല്ലാ കാര്യം ചെയ്യുന്നതിനും അവിടെ ഒരു സമയം ആവശ്യമാണ്. സോ ഇറ്റ്സ് സിംപ്ലി ഹെൽപ്പിംഗ് യുവർ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവറിത്തിങ്. സോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇഫ് യു വാണ്ട് ടു ഡു എനിത്തിങ് ഗ്രേറ്റ് ഇൻ ദ വേൾഡ്, അല്ലെ, നമുക്ക് ഒരു സക്സസ് സ്റ്റോറി നമ്മളെ തന്നെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഇറ്റ് റിക്വയർസ് ഡിസിപ്ലിൻ. ഇതാണ് അതിന്റെ സത്യമായിട്ടുള്ള കാര്യം. ബിക്കോസ് വിത്തൗട്ട് ഡിസിപ്ലിൻ യു കനോട്ട് അക്കംപ്ലിഷ് എനിത്തിങ് ഇൻ ലൈഫ്. സോ നമ്മളുടെ ജീവിതത്തിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാനുണ്ട്. യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ, ദെൻ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യു റിക്വയർ നമ്മളെ തന്നെ യു റിക്വയർ പുഷിങ് ത്രൂ ദ ഡിസ്കംഫോർട്ട് ആൻഡ് എംബ്രേസിങ് ദ ചേഞ്ച്. നമ്മൾ ഡിസ്കംഫോർട്ടിൽ കൂടെ കടന്നു പോയിട്ട് ആ പുതിയ ഒരു ചേഞ്ചിനെ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഡിസിപ്ലിനിങ് യുവർ സെൽഫ്. സോ നമ്മളുടെ മൈൻഡിനെ ഇറ്റ് നീഡ്സ് ഡിസിപ്ലിൻ. എന്തുകൊണ്ടാണ് നമ്മളുടെ മൈൻഡ് ഓർ നമ്മളുടെ ബ്രെയിൻ ഡിസിപ്ലിൻ ആവശ്യമായിട്ട് വരുന്നത്? സോ ദ ബ്രെയിൻ്റെ എൻറ്റയർ പൊട്ടൻസി അല്ലെങ്കിൽ ദ ഫുള്ളസ്റ്റ് ഫോം ഓഫ് യുവർ ബ്രെയിൻ അതിനെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിനെ ഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബ്രെയിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ വരത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഡിസിപ്ലിൻ ഇൻ സിമ്പിൾ വേർഡ്സ് മീൻസ് helping your mind to understand there is a place for everything and there is a time for everything. So ഡിസിപ്ലിൻ നമ്മൾ ഒരു എക്സാമ്പിളിൽ കൂടെ അല്ലെങ്കിൽ 1-2 എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് നരേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഡിസിപ്ലിൻ? ദ ജോയ് ഓഫ് വാച്ചിങ് എ റിവർ, അല്ലേ? ഈ ഒരു ജോയ് ഓഫ് വാച്ചിങ് എ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവർ ഇറ്റ് ഫ്ലോസ് വിത്തിൻ ദ ബാങ്ക്സ്, അല്ലെ? ഈ റിവർ അതിന്റെ തീരങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ തീരങ്ങളിൽ കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ വാട്ടർ ഫ്ലോ ചെയ്ത് പോകുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ റിവറിന്റെ ബൗണ്ടറിക്ക് അകത്തുകൂടെ ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ സെറീൻ അറ്റ്മോസ്ഫിയർ ടു വാച്ച്, അല്ലെ? നമുക്ക് എന്ത് ജോയ് ആണ് അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ദ റിവർ ഈസ് ഡിസിപ്ലിൻഡ് ബൈ ദ ബാങ്ക്സ് എന്ന് പറയും. അതിന്റെ തീരങ്ങൾ വഴി അതിനെ കൺട്രോൾ ചെയ്ത് ആ റിവർ അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഫ്ലഡ്, അല്ലെ? തീരം കവിഞ്ഞൊഴുകുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലഡ് ആണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രക്ഷൻ. ഇതിനെ നമ്മൾ പറയുന്നത് ഡിസ്ട്രക്ഷൻ എന്നാണ്. ഇറ്റ്സ് നോട്ട് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ ഡാൻസിങ് വേവ്സ്, അല്ലെ? ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ആ തിരമാല ഡാൻസ് ചെയ്ത് പതുക്കെ അതിന്റെ തീരങ്ങളിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും തിരമാല പുറകോട്ട് പോകുന്നു, വീണ്ടും അത് തിരമാല നമ്മളുടെ അടുത്തേക്ക് വരുന്നു. സോ അങ്ങനെ വരുന്ന ആ മൂവ്മെന്റിന് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം എന്ന് പറയുന്നത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുമ്പോൾ ആ തിരമാല അതിന്റെ തീരങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തിരിച്ചു പോകുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഡാൻസിങ് വേവ്സ് നമുക്ക് കണ്ടു നിൽക്കാനും വളരെ ആനന്ദകരമാണ്. ബട്ട് വെൻ ഇറ്റ് ഈസ് ലൂസിങ് ഇറ്റ്സ് കൺട്രോൾ, തീരങ്ങൾ കവിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോഴത്തേനും ഇറ്റ് ഈസ് ലൂസസ് ഇറ്റ്സ് കൺട്രോൾ, അല്ലെ? ആ സമയത്ത് ഇറ്റ് ഈസ് കോൾഡ് സുനാമി, ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രക്ഷൻ. അതാണ് ഡിസിപ്ലിൻ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. സോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രോൾഡ് എൻവയൺമെന്റ്. സിമിലർലി എ കൈറ്റ് വിത്ത് എ കൺട്രോൾഡ് ത്രെഡ് എന്ന് നമുക്ക് പറയാം, അല്ലെ? ആ കൈറ്റിന്റെ താഴെയായിട്ട് നമുക്കൊരു ത്രെഡ് അത് വെച്ചിട്ടാണ് നമ്മൾ ആ കൈറ്റിനെ പിടിച്ച് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സോ ഈ ഒരു പട്ടം നമ്മളുടെ കയ്യിൽ ആ ചരട് കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അതിന് അതിൻ്റെതായിട്ടൊരു ബ്യൂട്ടി ഉള്ളത്. വൺസ് ആ ചരട് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നൂല് നമ്മുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോവാണെന്ന് വിചാരിക്കുക. സോ ദ കൈറ്റ്, നമ്മൾ ആ ചരട് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അതൊരു കൈറ്റാണത്,
അല്ലേ, അല്ലെങ്കിൽ ഒരു പട്ടമാണ്. ആ പട്ടത്തിൻ്റെ കൺട്രോൾ, ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ബിക്കംസ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഇറ്റ് ബിക്കംസ് എ യൂസ്ലെസ് പേപ്പർ, അല്ലേ? അതിങ്ങനെ പറന്ന് നടക്കും. സോ വാട്ട് ഈസ് ഡിസിപ്ലിൻ? ദിസ് ഈസ് ദ ആർട്ട് ഓഫ് കൺട്രോളിങ് തിങ്സ് ആൻഡ് മേക്കിംഗ് അണ്ടർ എ കൺട്രോൾഡ് എൻവയൺമെന്റ്. സോ ഇങ്ങനെ നമ്മൾ തിങ്സിനെ കാണുമ്പോൾ ആ ഡിസിപ്ലിനിലോട്ട് സംഭവങ്ങൾ ഓരോന്ന് വരുമ്പോഴത്തേനും ഇറ്റ് ഇസ് എ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ്. വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ലേസിനെസ്? നമുക്കെല്ലാവർക്കും മടിയാണ്. ഈ ലേസിനെസ്സിൻ്റെ റൂട്ട് കോസ് എന്താണ്? ബിക്കോസ് ലേസിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രേവിങ് ഫോർ കംഫോർട്ട് എന്ന് നമുക്ക് പറയാം. എന്താണ്? ഇറ്റ് ഈസ് വാണ്ടിങ് കംഫോർട്ട് മാത്രം മതി. അതെ, ഇതിനെയാണ് നമ്മൾ ലേസിനെസ് എന്ന് പറയുന്നത്. നമ്മൾ കംഫോർട്ട്, നമുക്ക് സുഖമാണ് ആവശ്യം. അപ്പം ആ ഒരു കംഫോർട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ലേസിനെസ് എന്ന് പറയുന്നത്. ബട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രോബ്ലം ഇറ്റ് ഈസ് നോട്ട് ലേസിനെസ്, ഇറ്റ് ഈസ് എ വർഷിപ്പ് ഓഫ് കംഫോർട്ട് വിച്ച് പ്രൊഡ്യൂസസ് ലേസിനെസ്. അതായത് നമ്മൾ ഈ ലേസിനെസ്സിനെ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലേസിനെസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് എന്ത് ചിന്തകളിൽ നിന്നാണ് അത് വരുന്നത്? ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് ബിക്കോസ് ഐ വാണ്ട് കംഫോർട്ട്. അല്ല, എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് കംഫോർട്ട് മാത്രം മതി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം, യു ക്യാൻ ടെൽ ലൈ ടു യുവർ സെൽഫ്, അല്ലേ? നമുക്ക് നമ്മളോട് തന്നെ നുണ പറഞ്ഞുകൊണ്ട് ഇരിക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി വിൻ ചെയ്ത ഒരു വ്യക്തിയാണ്, എനിക്ക് ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് ഡിസിപ്ലിൻ ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി വൺ, അല്ലേ? ഞാൻ ജയിച്ച ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മളോട് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു ടെൽ യുവർ സെൽഫ് ദ ട്രൂത്ത് ദാറ്റ് യു ക്യാൻ ബി ബെറ്റർ, അല്ലേ? നിങ്ങളോട് തന്നെ പറയുക, യു ക്യാൻ ബി ബെറ്റർ, യു ക്യാൻ ഡു ബെറ്റർ. നല്ല കാര്യങ്ങൾ, കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ഇനിയും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മളോട് തന്നെ പറയുവാണെങ്കിൽ, യു നോ ദാറ്റ് യു കുഡ് ഡു മോർ. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്? അപ്പം എന്താണ്? യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ വിൽ ഫൈൻഡ് യു. വിത്തൗട്ട് ഡിസിപ്ലിൻ യു കാൻ ഡു ബെറ്റർ. അതാണ് അതിനകത്തെ കാര്യം. സോ ഇവിടെ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വേർഷൻ ഓഫ് യു? ഇറ്റ് ഈസ് നോട്ട് ഐ ക്യാൻ ഡു എനിത്തിങ്, അല്ലേ? ദ ഗ്രേറ്റസ്റ്റ് വേർഷൻ, ഒരു പുതിയൊരു വേർഷനിലേക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഒരു ഗ്രേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് വേർഷൻ ഓഫ് യു ഈസ് ദ ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് യു. നമ്മളെ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്ത് നമ്മൾ വരുന്ന ആ ഒരു കൺവേർഷനെയാണ്, അല്ലെങ്കിൽ നമ്മളെ ഗ്രേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ദ ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് യു. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് വേർഷൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഷൻ ദാറ്റ് ഹാസ് പാരാമീറ്റേഴ്സ്, അല്ലേ? നമ്മളുടെ ഗ്രേറ്റസ്റ്റ് വേർഷനായിട്ട് നമ്മൾ കൺവേർഷൻ ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ആ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൽ എന്താണ്? ദ വേർഷൻ ദാറ്റ് ഹാസ് പാരാമീറ്റേഴ്സ്. എന്താണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ നോക്കുമ്പോൾ ലോട്ട് ഓഫ് പാരാമീറ്റേഴ്സ് ആർ ദെയർ, അല്ലേ? ഈ പാരാമീറ്റർ മീറ്റ് ചെയ്താലോ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. സോ ഇറ്റ് ഈസ് അബൌട്ട് കണ്ടീഷനിങ് യുവർ സെൽഫ്. സോ വാട്ട് ഈസ് പാരാമീറ്റേഴ്സ്? ദ ഗ്രേറ്റസ്റ്റ് വെർഷൻ ഓഫ് യു ഹാസ് പാരാമീറ്റേഴ്സ്. സോ I don't do that. This is a parameter. I don't drink that. I don't go there with these people. I am focused. അല്ലേ? ഞാൻ ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നടക്കേണ്ട കാര്യമില്ല. ബിക്കോസ് I am focused. I have a prize that is in front of me. എൻ്റെ മുന്നിൽ ഒരു പ്രൈസ് ഓൾറെഡി ഉണ്ട്. I know what I am supposed to do. അല്ലേ? എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. I have to be here. I have to stay back here and focus on my one thing. ദിസ് വേ യു ക്യാൻ ബിക്കം ആസ് യു വാണ്ട്. ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് അബൌട്ട് അഗെയിൻ ഫോക്കസിങ് അബൌട്ട് യുവർ പ്രയോറിറ്റി. ഇറ്റ് ഈസ് അബൌട്ട് ഫോക്കസിങ് അബൌട്ട് യുവർ കണ്ടീഷൻ ഓഫ് ലൈഫ്, അല്ലേ? സോ അൾട്ടിമേറ്റ്ലി വാട്ട് ആർ യു ഡൂയിങ്? കണ്ടീഷനിങ് യുവർ സെൽഫ് ആൻഡ് ഡിസിപ്ലിനിങ് യുവർ സെൽഫ്, ആൻഡ് ദിസ് വേ യു ക്യാൻ ബിക്കം ആസ് യു വാണ്ട്. നമ്മളെ തന്നെ കണ്ടീഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് എന്താകാനാണോ ആഗ്രഹം, ഇഫ് യു വാണ്ട് ടു അച്ചീവ് ദാറ്റ് പ്രൈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഇതിനെ
കണ്ടീഷൻ ചെയ്ത് നമ്മളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. സോ നമുക്ക് ആ സെൽഫ് കൺട്രോളിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് യു വാണ്ട് ടു മെറ്റീരിയലൈസ് ഇൻ യുവർ ലൈഫ്, അല്ലെ? നമ്മളുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴെല്ലാം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റഡ്ലി, ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം തിങ്. അപ്പം നമ്മൾക്കൊരു ഗോൾ നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗോളിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും യു വിൽ കണ്ടീഷൻ യുവർ മൈൻഡ്. സോ നമ്മളുടെ മനസ്സാണ് നമ്മളുടെ വെപ്പൺ. സോ നമ്മളുടെ മനസ്സിനെ നമ്മൾ pick it up and use it properly. So usually നമ്മൾ കേൾക്കുന്ന ഒരു proverb ഉണ്ട്, becoming successful is a situation of developing discipline. അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഹി ഹാസ് ഡെവലപ്ഡ് എ ഡിസിപ്ലിൻ എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പം ഒരാൾ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ 100% നമുക്ക് അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഹി ഈസ് എ ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് ഹിംസെൽഫ്. അദ്ദേഹം ഡിസിപ്ലിൻഡ്, ഒരു നേരത്തെ ഉള്ള ഇതിൽ നിന്നും ഡിസിപ്ലിൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വേർഷനാണ് എന്ന് നമുക്ക് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മുന്നിൽ ഒത്തിരിയധികം പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് അല്ല, എന്തെല്ലാം പ്രോബ്ലംസ് ആണുള്ളത്? പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആർ ദ പാറ്റേൺ ഓഫ് യുവർ റെസ്പോൺസ്, അല്ലേ? ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം എന്ന് പറയുന്നത് ആ പാറ്റേൺ ഓഫ് റെസ്പോൺസിനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആരാണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. യു ആർ ദ പ്രൊഡക്റ്റ്, ബട്ട് യു ക്യാൻ ചേഞ്ച് ദ പാറ്റേൺ. സോ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻപുട്ട് യു ആർ ഗീവിങ് ഈസ് ദ പാറ്റേൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെ, യു കനോട്ട് ചേഞ്ച് ദ വേ യുവർ കരിയർ ഈസ് ഗോയിങ് ഓൺ, അല്ലേ? നമ്മുടെ കരിയർ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് യു കനോട്ട് ചേഞ്ച് ഇറ്റ്. ഓർ യു കനോട്ട് ചേഞ്ച് യുവർ വർക്ക് എത്തിക്സ് ആൻഡ് യുവർ വർക്ക് ഹാബിറ്റ്സ്. നമ്മളുടെ വർക്ക് എത്തിക്സും നമ്മളുടെ വർക്ക് ഹാബിറ്റ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി യു കനോട്ട് ചേഞ്ച് യുവർ വിസ്ഡം. നമ്മളുടെ മനസ്സിന്റെ അനുഭവജ്ഞാനം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ വിസ്ഡം, അൺലെസ് യു ചേഞ്ച് യുവർ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേനും യു വിൽ ചേഞ്ച് ദ വിസ്ഡം. സോ പ്രോബ്ലംസ്, വാട്ട് ആർ പ്രോബ്ലംസ്? പ്രോബ്ലംസ് ആർ ദ പാറ്റേൺ ഓഫ് യുവർ റെസ്പോൺസ്. സോ ദ റെസ്പോൺസ് എന്താണ്? യു ഹാവ് ടു ചേഞ്ച് ദ ഇൻപുട്ട് ബൈ ബ്രിങ്ങിങ് ഡിസിപ്ലിൻ. ഇതാണ് ഇതിനകത്തെ കാര്യം. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്, എന്തെല്ലാം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ടത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവാണോ അതോ നമ്മളെ പുറകോട്ട് കൊണ്ടുപോവാണോ? ആർ യു മൂവിങ് ഫോർവേഡ് ഓർ ആർ യു മൂവിങ് ബാക്ക്? ആർ യു മേക്കിംഗ് പ്രോഗ്രസ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മളെ ഒത്തിരിയധികം ആൾക്കാരും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ബിക്കോസ് യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഓർ യു ആർ എ നൈസ് ഹ്യൂമൻ ബീയിങ്. You are liked because you are a nice human being. But the problem, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, you will be respected only because of your success. ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്തുകൊണ്ടാണ്? ബിക്കോസ് you are a good human being, so everyone will like you. You are kind enough to give a helping hand to everybody, അല്ലേ? നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു, അവരുടെ പ്രോബ്ലംസിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. യു ആർ ലൈക്ഡ്, യു ആർ എ നൈസ് ഹ്യൂമൻ ബീയിങ്, ബട്ട് യു വിൽ ബി റെസ്പെക്റ്റഡ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ സക്സസ്. നിങ്ങൾക്ക് സക്സസ് വരുമ്പോഴാണ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെ നമ്മളെ ഓരോരുത്തരെയും എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ലുക്ക് അറ്റ് ഐൻസ്റ്റീൻ. എന്താണ്? ഐൻസ്റ്റീൻ ഹാസ് സക്സസ്, അല്ലേ? ബിക്കോസ് ഓഫ് ഹിസ് സക്സസ് നമ്മളെല്ലാവരും ഐൻസ്റ്റീനെ ഓർത്തിരിക്കുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഇത്രയും എല്ലാവരും ഓർത്തിരിക്കുമോ? ദാറ്റ് ഈസ് വൈ ഹി ഈസ് ദെയർ. എൻഡ് ഓഫ് ദ ഡേ, സക്സസ് ഈസ് എവറിഥിങ്.
ടു ഫോം എ ന്യൂ ഹാബിറ്റ് യു നീഡ് കൺസിസ്റ്റൻസി ഫോർ 21 days. അതാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആയിട്ട് നമുക്കത് ഫോം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ഹാവ് ഇറ്റ് ഇൻ യു? ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? സോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം ഹെൽപ്പിംഗ് യു ടു ബി എ ബെറ്റർ പേഴ്സൺ ദാൻ യെസ്റ്റർഡേ. നിങ്ങളെ ഇന്നലത്തെക്കാട്ടിലും നല്ലൊരു വ്യക്തിയായിട്ട് ഇന്നത്തേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. നൗ ലെറ്റ് us talk about consistency. എന്താണ് കൺസിസ്റ്റൻസി? നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. See, if you are forming a new habit in your life, it needs consistency. കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റും ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാൻ സാധ്യമല്ല. സോ യു വാണ്ട് ടു കൺസിസ്റ്റൻസി മീൻസ് വാട്ട്? യു വാണ്ട് ടു ബെറ്റർ യുവർ സെൽഫ്, അല്ലേ? നമുക്ക് നമ്മളെ തന്നെ നല്ലതാക്കി കൊണ്ടുവരണം. അങ്ങനെ നല്ലതാക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനോട് നമ്മൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ബി സക്സസ്ഫുൾ. ഇവിടെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, യു സ്റ്റാർട്ട് വിത്ത് എ സൂപ്പർ പവർ, അല്ലേ? നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഡിസൈഡഡ്. നെക്സ്റ്റ് ഡേ വാട്ട് ഹാപ്പൻസ്? യു വിൽ നോട്ട് ഡു ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ, again on the next day, you will not do it. Then finally എന്താണ് സംഭവിക്കുന്നത്? You are coming back to the old routine. And അങ്ങനെ നമ്മൾ പഴയ റൊട്ടീനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുവാണ്. ഒരു ദിവസം നമ്മൾ ചെയ്തു വിത്ത് സൂപ്പർ പവർ. ആൻഡ് ഇവഞ്ച്വലി എത്ര സമയം ഇതെടുത്തു? ഇറ്റ് ലാസ്റ്റഡ് ഓൺലി ഫോർ എ ഡേ, അല്ലേ? ഓൺലി 1 day. ഇപ്പം നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. സെയിം തിങ് ലൈഫിൽ നമ്മൾ നോക്കുമ്പം, യു വാണ്ട് ടു ക്വിറ്റ് സ്മോക്കിംഗ്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം സ്മോക്ക് ചെയ്യാതിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേ വെൻ യു ഗെറ്റ് എ സിഗരറ്റ് യു സ്റ്റാർട്ട് അഗെയിൻ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്ലാനിനോട് നമ്മൾക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. ഇഫ് യു കാൻ മേക്ക് ദാറ്റ് പ്ലാൻ, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. നമ്മൾ ആ പ്ലാനിലോട്ട് നമുക്ക് അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ടു ഡിഫിക്കൽട്ട് ടാസ്ക്. സോ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരാൾ രാവിലെ 9 മണി വരെയും കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആ ആള് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് കിടക്കുവാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ വാട്ട് ടു ഡു? സ്റ്റാർട്ട് വിത്ത് ബേബി സ്റ്റെപ്സ്. ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേക്കിംഗ് അപ്പ് അറ്റ് 9 മണിക്കായിരുന്നു, ആദ്യം നമ്മൾ 8 മണിക്ക് 2 ദിവസം എഴുന്നേൽക്കുക. അതിനുശേഷം നെക്സ്റ്റ് 3 days 7 മണിക്ക് എഴുന്നേൽക്കുക. അതിനുശേഷം അതിന്റെ നെക്സ്റ്റ് ഡേ 6 AM വീണ്ടും എഴുന്നേൽക്കുക 2-3 ദിവസം കണ്ടിന്യൂസ്ലി. അൾട്ടിമേറ്റ്ലി യു വിൽ വേക്ക് അപ്പ് അറ്റ് 5 AM. ഒരു ദിവസം നിങ്ങൾ 5 AM തന്നെ തിരിച്ചു വരും. സോ ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് us കം ബാക്ക് ടു ട്രേഡിംഗ്, അല്ലേ? നമ്മളെ സംബന്ധിച്ച് ട്രേഡിംഗിലേക്കാണ് നമ്മൾ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത്. സോ ഐ സി മെനി ഓഫ് യു ഡു ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. എന്താണ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ആർ ബാക്ക് ടെസ്റ്റിംഗ് എ സ്ട്രാറ്റജി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഫോർ യു. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജി വർക്ക് ചെയ്ത് നോക്കുവാണ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഫോർ യു, അല്ലേ? അതിനുശേഷം ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ഡു ദിസ്? എത്ര ദിവസം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി? യു ട്രൈഡ് ഫോർ എ വീക്ക് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. ബാക്ക് ടെസ്റ്റ് ചെയ്തു, ഫോർവേഡ് ടെസ്റ്റ് ചെയ്തു, ഒരാഴ്ച നോക്കി, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. ആൻഡ് അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ട്രേഡിംഗ് എനിക്കുള്ളതല്ല. ഇത് ട്രേഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്യാം, നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസുമായിട്ട് യു ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ഓക്കെ, നോട്ട് ഓൺലി ട്രേഡിംഗ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണ്, ഇത് എനിക്ക് പറ്റിയ കാര്യമല്ല. സോ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു കാര്യം മാത്രം ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ അതിനകത്തുനിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സോ അങ്ങനെ പഠിക്കാതിരിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? യു ആർ നോട്ട് ഗോയിങ് ടു ബി ഗുഡ് അറ്റ് ഇറ്റ്. വാട്ട് ആർ യു ഡൂയിങ്? ആ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾക്കൊരിക്കലും ഗുഡ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. സോ അതിനെ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റന്റ്, അല്ലേ? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കീപ് ഓൺ ഡൂയിങ് ദ സെയിം ആക്ഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, ഓവർ ആൻഡ് എഗെയിൻ. ഇതിനാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെ? ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ഒരേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വെൻ വൺസ് യു ആർ repeatedly doing the same thing, that process becomes a mechanically അത് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. So if you are not consistent, what is happening? You are making an emotional decision.
സോ ഇമോഷണൽ ഡിസിഷൻ ആണ് അന്നേരം അവിടെ വരുന്നത്. ബിക്കോസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അവിടെ നടക്കുന്നില്ല. സോ മെക്കാനിക്കലി ഇറ്റ് ഈസ് നോട്ട് ഫിറ്റിംഗ് ഇൻ ടു ഇറ്റ്. അപ്പം മെക്കാനിക്കൽ പ്രോസസ്സിലേക്ക് വരാതെ അപ്പം നമ്മൾ വരുന്ന നമ്മളുടെ ഇവൻച്വലി ഓൾ യുവർ ഡിസിഷൻ വിൽ ബി ഇമോഷണലി ബാലൻസ്ഡ്. സോ ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. സി നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ ദർ ആർ സോ മെനി തിങ്സ് കംസ് ഇൻ ഫോമിങ് എ ന്യൂ ഹാബിറ്റ് അല്ലേ? ആ ഒരു കാര്യത്തെ നമ്മൾ സോ മെനി തിങ്സ് ഇതിൻ്റെ പുറകിലുണ്ട്. ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിട്ട് മാറാൻ വേണ്ടിയിട്ട് യു നീഡ് അറ്റ്ലീസ്റ്റ് 21 days ടു ഫോം എ ഹാബിറ്റ്. ദിസ് ഈസ് ദ മിനിമം. ബിക്കോസ് ദിസ് ഈസ് എ സൈക്കോളജിക്കൽ ബാരിയർ. നമ്മുടെ മനസ്സിനെ ആത്യന്തികമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരുന്ന ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ് ഈ ഒരു 21 days എന്ന് പറയുന്നത്. യു നീഡ് ടു ബ്രേക്ക് ത്രൂ ദിസ് 21 days. ഈ 21 days നമ്മൾ ബ്രേക്ക് ത്രൂ ചെയ്യാതെ യു കനോട്ട് ബി കൺസിസ്റ്റന്റ്. So once you start doing consistently enough time, it becomes a habit. So some people, കുറച്ച് ആൾക്കാർക്ക് ഇത് 21 days ആയിരിക്കാം, കുറച്ച് ആൾക്കാർക്ക് ഇത് 6 മാസമായിരിക്കാം, കുറച്ച് ആൾക്കാർക്ക് ഇത് 1 വർഷമായിരിക്കാം. So this is all about consistency. അപ്പം നമ്മൾ ഒരു കാര്യത്തിനോട് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ആ കമ്മിറ്റ്മെന്റ് ഉള്ള കാര്യത്തിനോട് നമ്മൾ കൺസിസ്റ്റന്റ് അപ്രോച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് തുടർച്ചയായിട്ട് ആ ഒരു കാര്യം തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ, അത് ലൈഫിലെ ഏത് കാര്യവും ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് ഡേ ട്രേഡിംഗ് നോ പ്രോബ്ലം, വെദർ ഇറ്റ് ഈസ് ഫിസിക്കൽ ഫിറ്റ്നസ് നോട്ട് എ പ്രോബ്ലം, വെദർ ഇറ്റ് ഈസ് മോർ പ്രൊഡക്റ്റീവ് അബൌട്ട് വേക്കിംഗ് അപ്പ് ഏർലി, നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഓർ ഈവൻ ക്വിറ്റിംഗ് സ്മോക്കിംഗ്, നമ്മൾ സ്മോക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണ് നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ, ഇഫ് യു ക്യാൻ സെറ്റപ്പ് എ സ്ട്രക്ചർ ഇൻ യുവർ ലൈഫ് അല്ലെ, ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, എന്നിട്ട് എല്ലാ ദിവസവും നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി മുന്നോട്ട് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ, ഇറ്റ് ഈസ് കോൾഡ് കൺസിസ്റ്റൻസി അല്ലെ, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടു ട്രാക്ക് ദ പ്രോഗ്രസ് അല്ലെ, ഈ ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒരു പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആ ട്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വെദർ നമ്മളുടെ ഫോൺ വഴി നമുക്കത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിൽ നമുക്ക് ഫോൺ വഴി നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ്, ട്രേഡിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ലേൺ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡ്സ് ആണെങ്കിൽ ജേണൽസ് ഉണ്ടാക്കാം, നമുക്ക് സ്പ്രെഡ്ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം, എക്സൽ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓർ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഈവൻ നമ്മളുടെ വീട്ടിലുള്ള ഈ വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ, വൈറ്റ് ബോർഡ് ഹാങ് ചെയ്തിരിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടിരിക്കത്തില്ലേ, അപ്പം അതിൽ നമുക്ക് എഴുതി വെക്കാലോ, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഓക്കെ, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ദീസ് ആർ ദ തിങ് യു ഷുഡ് ഡു ടു ബിക്കം കൺസിസ്റ്റന്റ്. സോ ബീയിങ് കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ഹാർഡ് പ്രോസസ്, വെരി വെരി ഡിഫിക്കൽട്ട് ആണ്. അതിന് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. സോ നമ്മളോട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടേ അന്നത്തെ ദിവസം കിടന്നുറങ്ങാവുള്ളൂ. നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു, ഐ വിൽ ഡു ദിസ് നെക്സ്റ്റ് 21 days. യു ഹാവ് ടു ബ്ലോക്ക് എ ടൈം, ഒരു ടൈം ബ്ലോക്കിംഗ് വേണം നമുക്ക്. ആ ടൈമിൽ നമ്മൾ ഇത് ചെയ്തിരിക്കും. എല്ലാ ദിവസവും അത് ട്രാക്ക് ചെയ്യണം. സോ നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഫുൾ ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത്, അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാവും വാട്ട് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ് അല്ലെ, എന്ത് കാര്യമാണ് എൻ്റെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. സോ അൾട്ടിമേറ്റ്ലി വാട്ട് വിൽ യു ഡു? സോ യു വിൽ വർക്ക് ഓൺ ദാറ്റ് വൺ തിങ് ആൻഡ് യു വിൽ മൂവ് ടുവാർഡ്സ് ദ നെക്സ്റ്റ് തിങ്. അപ്പം ആ ഒരു വൺ തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിനുശേഷം അടുത്ത വൺ തിങ്ങിലേക്ക് നമ്മൾ പോകും. സോ സ്റ്റാർട്ട് വിത്ത് ബേബി സ്റ്റെപ്സ്. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ഒന്നിൽ നമ്മൾ തുടങ്ങുക. ആദ്യം ലെറ്റ് us fix one problem, let us make a one habit. അതിനുശേഷമല്ലേ അടുത്ത കാര്യങ്ങൾ. സോ യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് one and work on the one thing for 21 days to make it as a habit. അപ്പൊ ആ ഒരു കാര്യത്തെ മാത്രം വെച്ച് നമ്മൾ ഒരു
21 days കണ്ടിന്യൂ ചെയ്യുക. സ്ട്രിക്ട്ലി ഫോളോ ദാറ്റ്. യു ആർ സ്ട്രിക്ട്ലി ഡിസിപ്ലിൻഡ് ഫോളോയിങ് അപ്പ് ദ സെയിം പ്രോസസ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഫോർ 21 days. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഫോർ 180 days. നോട്ട് എ പ്രോബ്ലം. സോ നമ്മൾ ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തില്ലെന്ന് വിചാരിക്കുക. ബട്ട് യു ആർ കൺസിസ്റ്റൻറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 21 days. നമ്മളൊരു 15 ദിവസം 12 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ യു ഡിഡ്ന്റ് ഡു. നോട്ട് എ പ്രോബ്ലം. ഡോണ്ട് വറി. ബിക്കോസ് യു ആർ ബെറ്റർ ദാൻ ബിഫോർ. യു ആർ എ ന്യൂവർ വേർഷൻ ഓഫ് യു ദാൻ ബിഫോർ, അല്ലേ? നൗ യു ആർ എ വേർഷൻ ഓഫ് 2.1 ഇൻസ്റ്റെഡ് ഓഫ് വേർഷൻ 1.1. നമ്മൾ നേരത്തെ നമ്മുടെ പഴയ അപ്ഗ്രേഡ് ചെയ്യാതിരുന്നതിന് മുമ്പിലത്തെ നമ്മുടെ വേർഷൻ 1.1 ആണ്. ഇപ്പം നമ്മൾ 2.1 ആണ്. ബിക്കോസ് യു ട്രൈഡ് ഇറ്റ് ഫോർ മിനിമം 6 or 7 days ഇൻസ്റ്റെഡ് ഓഫ് 21 days കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നോ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ബിക്കോസ് യു ടുക്ക് എ ബേബി സ്റ്റെപ്പ്. ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഡോണ്ട് ഡിസ്കറേജ് യുവർ സെൽഫ്, അല്ലേ? നമ്മളെ തന്നെ നശിപ്പിച്ച് കളയരുത്. നമ്മളെ തന്നെ ഡിസ്കറേജ് ചെയ്യരുത്. ഓ, ഐ ഡിഡ് നോട്ട് ഡു ദിസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങരുത്. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് നമ്മളുടെ ടൈം ഇത് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനും പറ്റിയില്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കരുത്. നമ്മളുടെ ഫ്രണ്ട്സിനാൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലേ? നമ്മളുടെ പേരൻസ് വഴി നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മളുടെ സറൗണ്ടിങ്സിൽ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. അവരെല്ലാം വഴി നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലേ? ബട്ട് ഇറ്റ് ഈസ് യു. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ യു ഇൻ യു. യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ ഹൗ ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്, അല്ലേ? നമ്മളെ തന്നെ ഒരു ഡിസിഷൻ ഉണ്ടാക്കിയെടുക്കുക. ഹൗ ടു മേക്ക് എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. സിമ്പിൾ. യു വാണ്ട് ടു ഗോ ഫോർവേഡ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ അതോ പുറകോട്ട് പോകണോ? സോ നമ്മളെ സംബന്ധിച്ചൊരു പ്രോഗ്രസ് ഇൻ ലൈഫ് വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർവേഡ്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആയി പോകും. നമ്മൾ എവിടെയാണോ തുടങ്ങി നിൽക്കുന്നത്, യു ആർ സ്റ്റാക്ക് ഇൻ ദ സെയിം കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ നിങ്ങളെ പിടിച്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ പ്ലേസിൽ തന്നെ നമ്മൾ നിന്ന് പോകും. ഇറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. ഐ ലൈക്ക് ടു പ്രോഗ്രസ്. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഐ ലൈക്ക് ടു പ്രോഗ്രസ് ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഹാപ്പിയർ. എല്ലാ ദിവസവും ഒരു ചെറിയ പ്രോഗ്രസ് ഞാൻ കൊണ്ടുവരാൻ ലൈഫിൽ ശ്രമിക്കും. സോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Maybe it is about trading, it's about investment, it is about finding dividend stocks, it's about forex trading, it's about a lot of things. So trading is about നമ്മുടെ ലൈഫിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. ബിക്കോസ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് they don't like to mingle with people. So this is the best profession for those introvert people. Introvert people എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് we don't need to manage people. You are focusing on something and finally the success will bring you outside. That's it. The power of trading, the power of learning, the power of trading makes you a better person of you if you are disciplined. So ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. I hope this video spoke to some of you. I really hope some of you take the initiative to be more productive and more consistent in what you are doing. Thank you for watching and please don't forget to like, comment and subscribe. All the best and see you in another video.